തനിക്കൊരു ആത്മീയമായ ഉൾവിളി ഉണ്ടെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉടമയുണ്ടായിരുന്നു. തൻ്റെ ഗുരു തന്നെ തേടി ഈ ഭോജനശാലയിലേക്ക് വരുമെന്നൊക്കെ അയാൾ വിശ്വസിച്ചു. ഒരു ദിവസം വയോധികനൊരു മനുഷ്യൻ ഈ ഇടത്തിലേക്ക് വരുന്നു. ഒരു ചെറിയ കുട്ടിയാണ് ഇങ്ങനെ കാപ്പി വിളമ്പുന്നത്, അല്ലെങ്കിൽ ചായ വിളമ്പുന്നത്. ആ കുട്ടി അടുത്തേക്ക് വരുമ്പോൾ ഈ വയോധികനായ മനുഷ്യൻ ആവതില്ല. എന്നിട്ടും പതുക്കെ പിടിച്ച് എഴുന്നേറ്റ്, ജപ്പാനീസ് ഒരു അഭിവാദ്യ രീതി ഉണ്ടെന്ന് നമുക്കറിയാം, ശിരസിങ്ങനെ കാൽമുട്ടോളം മുട്ടിച്ചുകൊണ്ടുള്ള ഒന്നാണിത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാൾ ഇരട്ടി വലുപ്പമുണ്ടെന്നുള്ളതാണ് എൻ്റെ സൂചന. ആ സൂചനയുടെ പൊള്ളറിയാവുന്ന കുട്ടി വാവിട്ട് കരയുക. ദൂരത്ത് നിന്നുകൊണ്ട് ഈ റെസ്റ്റോറൻ്റ് ഉടമ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾക്ക് പിടുത്തം കെട്ടി തൻ്റെ ഗുരു തന്നെ തേടിയെത്തിയിരിക്കുക. ഒരു പാത്രം ചായയോടോ കോഫിയോടോ ഇത്രയും കൃതജ്ഞത പുലർത്തുന്ന ഒരാൾ, അത് വിളമ്പുന്ന കുഞ്ഞിനെ ഇത്രയും ഭംഗിയായിട്ട് അഭിവാദ്യം ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് എന്തുമാത്രം ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ചത്തിൽ വെച്ച് വിളമ്പുന്ന ചൈതന്യങ്ങളോടും കൃതജ്ഞ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഓർത്തിട്ട് ഈ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. തൻ്റെ ആചാര്യനെ അയാൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരാളുടെ കൃതജ്ഞതയുടെ അളവുപോലാണ് അയാളുടെ ദൈവികമായ പ്രകാശത്തിൻ്റെ അളവുപോലെന്ന് പിടുത്തം കിട്ടിയാൽ നല്ലതായിരിക്കും. ക്രിസ്തുവിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചങ്ങനെ. പകൽ മുഴുവൻ കൂടെ നടന്നിട്ടും അത് യേശുവാണെന്ന് ശിഷ്യന്മാർക്ക് പിടുത്തം കിട്ടിയില്ല. പിന്നെ എപ്പോഴാണ് അവർക്ക് പിടുത്തം കിട്ടിയത്? അന്തിയിൽ ഞാൻ അപ്പം എടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവാണ്. കാരണം ഇത്രയും കൃതജ്ഞയോടുകൂടി അപ്പത്തെ തൊടാനായിട്ട് ഭൂമിയിൽ ഒറ്റാൾക്കേ പറ്റൂ, നഷ്ടത്തിൽ യേശുവിന്. എത്ര കൃതജ്ഞയോടുകൂടിയാണ് നമ്മൾ ജീവിതത്തെ സ്പർശിക്കുന്നതെന്നുള്ള ഒരു വീണ്ടും വിചാരത്തിന് ഈ പ്രഭാതം കുറച്ചുകൂടി നമ്മൾ സഹായിക്കട്ടെ. എപ്പോഴാണ് നിങ്ങൾ പ്രകാശിതനാവുന്നത്? എപ്പോഴാണ് നിങ്ങൾക്ക് ബോധോദയം ലഭിക്കുന്നത്? അത് വളരെ സിമ്പിളാണ്. എപ്പോഴാണോ നിങ്ങൾ ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുന്ന അന്ന്. നമുക്കറിയാം, ഒരു മരച്ചുവട്ടിലിരുന്നുകൊണ്ട് ഒരാൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തപസ്സിലാണ്. അയാൾക്ക് എപ്പോഴാണ് പ്രകാശം കിട്ടിയത്? അല്ലെങ്കിൽ പ്രകാശം കിട്ടിയതിന് ശേഷം അയാൾ ചെയ്ത കാര്യം എന്താണ്? ഒരു ചുരക്കാത്തോൻ്റെ അടുത്ത് അയാൾ ഇങ്ങനെ ഭിക്ഷാടനത്തിന് പോവുകയാണ്. 84-ാം വയസ്സിൽ മരിക്കുവോളം താൻ എടുത്തു കൊണ്ട് മുമ്പോട്ട് പോയ ആ ചുരക്കാത്തോണ്ട് അയാളുടെ കൈവശം ഉണ്ടായിരുന്നു. നിങ്ങളെന്നാണ് സ്വയം ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുന്നത്? അന്നാണ് നിങ്ങളുടെ ബോധോദയം.